ഹായ് ഹലോ. ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പത്രമാറ്റിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആദർശ് ഭയങ്കര ടെൻഷനിലാണ്. മുത്തശ്ശൻ്റെ തീരുമാനം കേട്ടിട്ട് ഇനിയിപ്പോൾ നയന എങ്ങനെ വരും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ ദേവയാനി വന്നിട്ട് ആദർശിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം നയന വന്നാലേ ഇനി ആ വീട്ടിൽ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് ദേവയാനിക്ക് മനസ്സിലായി. പക്ഷെ ആദർശിനോട് എടുത്ത് നയനയുടെ കാര്യം ചോദിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഒരു നിർണായകത്തിലാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, നയന ഇനി ഒട്ടും വരത്തില്ല എന്നാണ് മുത്തശ്ശന് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ്. എന്നിട്ടും ഓരോ കാര്യങ്ങൾ നയനയുടെ കാര്യം പറയാൻ വന്നിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നയന ഇനി വരേണ്ട ആവശ്യമില്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ വേറെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ഞാൻ ഏത് മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ഒരിക്കലും താഴ്ന്നു കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ദേവയാനിയുടെ സംസാരവും. എന്തായാലും ദേവയാനി പോയിട്ടും ആദർശിന്റെ മനസ്സിൽ നയനെക്കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പോൾ ആദർശിന്റെ ആ ഒരു മനസ്സാക്ഷി വന്നിട്ട് ആദർശിനോട് പറയുവാണ്, നീ ഇത്രയും ഒരു ആളായിപ്പോയല്ലോ, അവള് വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ടൊന്നും നടക്കത്തില്ല, നയനയില്ലാതെ നിനക്ക് ഒന്നും പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവളെ തിരിച്ചു വിളിക്കാനുള്ള ഒരു കാര്യം നിനക്ക് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ആദർശിനോട് മനസ്സാക്ഷി പറയുവാണ്. പക്ഷെ എന്നിട്ടും ആദർശ് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ കിടന്നുറങ്ങുവാണ്. പക്ഷെ രാത്രി ഉറക്കത്തിലും നയനെയാണ് ആദർശ് സ്വപ്നം കണ്ടത്. അപ്പോൾ ആദർശ് ഞെട്ടി ഉറക്കമണിച്ചപ്പോൾ ആദർശിന് ഭയങ്കര ശ്വാസം മുട്ടൽ തോന്നുന്നുണ്ട്. പെട്ടെന്ന് ലൈറ്റ് ഇട്ടു അവിടെ മുഴുവൻ നോക്കുന്നുണ്ട്, നയനെ കാണാനില്ല. അങ്ങനെ ടെൻഷനിൽ നയനെ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചുപോയി. പക്ഷെ അതേസമയം തന്നെ നയനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ നയനെയും ആദർശിനെ കുറിച്ചുള്ള ടെൻഷനിലാണ്. അങ്ങനെ പെട്ടെന്ന് ആദർശിനെ സ്വപ്നം കണ്ട് നയനെ എണീക്കുകയും ആദർശിനെ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ വിളിക്കണമോ, ഇനി ആദർശേട്ടൻ ഉറങ്ങി കാണുമോ എന്നൊക്കെ സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ആദർശ് വിളിക്കുന്നത്. ആദർശ് വിളിച്ചു, നയനോട് സംസാരിക്കുന്നുണ്ട്. എങ്കിലും അവിടെ നയന ആദർശിനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശും. എന്നാൽ താൻ ഒട്ടും താഴ്ന്നു തന്നിട്ടില്ല, തനിക്ക് നീ ഇല്ലേ, ആദർശിന് നയന ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ എപ്പോഴും സംസാരിക്കുന്നത് പോലെ താൻ വലിയൊരു ആളാണ് എന്നുള്ള രീതിയിലാണ് ആദർശ് സംസാരിച്ചത്. അതുപോലെ തന്നെ ലേവലേശം വിട്ടുകൊടുക്കാതെ നയനയും താൻ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. വീണ്ടും ചെറിയൊരു തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയി വീണ്ടും ഫോൺ കട്ട് ചെയ്യുകയാണ്. പക്ഷെ ആദർശിന് മനസ്സിലായി തനിക്ക് നയനയില്ലാതെ ഒട്ടും പറ്റുന്നില്ല, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ രാവിലെ തന്നെ നയനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ആദർശ്. പക്ഷേ ഈ ഒരു സമയത്ത് നയനയ്ക്ക് നന്ദുൻ്റെ ആ ഒരു പ്രശ്നം അറിയാനും പറ്റിയില്ല. പക്ഷെ നന്ദു ഒട്ടും പറയുന്നുമില്ല. അപ്പോൾ നന്ദുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും നന്ദു പറഞ്ഞത്, ഞാൻ എന്തായാലും ഇപ്പോൾ ചേച്ചിയോട് ഈ കാര്യം പറയത്തില്ല, പക്ഷെ ഞാൻ പറയും, എന്താണ് എൻ്റെ പ്രശ്നമെന്ന് ഞാൻ പറയും. അപ്പോൾ നയന പറയുന്നുണ്ട്, നീ കാര്യം പറ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോവാം, സൈക്കാട്രിസ്റ്റിനെ ഒന്ന് കാണാം, എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് നിനക്ക് അവരോട് സംസാരിക്കാമല്ലോ. ഇല്ല ചേച്ചി, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഒരിടത്തും വരുന്നില്ല, പക്ഷെ ഞാൻ പറയും, എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ ചേച്ചിയോട് പറയും, പക്ഷെ അത് അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ. അതെന്താ നീ അനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പറയുന്നത്? അത് ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അനിയുടെ കല്യാണത്തിന് നല്ല സന്തോഷത്തോടെയല്ലേ നിങ്ങൾ നിൽക്കേണ്ടത്. ആ ഒരു സമയത്ത് എൻ്റെ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പറയത്തുള്ളൂ എന്ന് നയനയോട് നന്ദു ഭയങ്കര ഒരു വാശിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ അനിത എന്ന് പറയുന്ന ഫോൺ കോൾ ഇടയ്ക്കിടയ്ക്ക് നന്ദുവിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തൻ്റെ ഫ്രണ്ടെന്നാണ് നയനയോട് നന്ദു പറഞ്ഞത്. എന്നാൽ ആ അനിത എന്ന് പറയുന്ന കോളാണ് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ആരാണെന്ന് കണ്ടുപിടിക്കണം, എന്നാലേ നന്ദുവിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് നയന. അങ്ങനെ രാവിലെ നയന എണീറ്റിട്ട് ഒരു വീട്ടിലെ കോലമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാറ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആദർശാണ്. എന്നിട്ട് തൻ്റെ മുത്തശ്ശിക്ക് ഒരു സങ്കടമുണ്ടെന്നും മുത്തശ്ശിന് ഭയങ്കര സങ്കടമാണ് നയന ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ട് മുത്തശ്ശി എന്നോട് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞതാണ്, നയന ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, നീ അതുകൊണ്ട് വിളിച്ചുകൊണ്ട് വരാൻ, അങ്ങനെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കാൻ വന്നത് എന്നുള്ള രീതിയിലാണ് നയനയോട് സംസാരിക്കുന്നത്. പക്ഷെ നയനയ്ക്ക് കാര്യം മനസ്സിലായി എന്താണെന്ന്. അങ്ങനെ പിന്നെ ആദർശനോട് അകത്തോട്ട് വന്നിരിക്കാൻ പറയുകയും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തായാലും വന്നതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് നയന ആദർശനോട് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് വന്നു. നയന ഉണ്ടാക്കിയ ആ ഒരു സ്വാദിഷ്ടമായ ദോശയും ചമ്മന്തിയും ആദർശ് കഴിച്ചു. അപ്പോൾ ആദർശ് തന്നെ മനസ്സിൽ പറയുവാണ്, അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് നിന്റെ ആ ഫുഡിന്, ആ ഒരു ആഹാരത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദർശ് തന്നെ എടുത്ത് പറയുവാണ്, നിനക്ക് മുത്തശ്ശിക്കും ഏറ്റവും വലിയ സങ്കടം നിന്റെ ആഹാരം മിസ് ചെയ്യുന്നതിനാണ്, അതിന് വേണ്ടിയിട്ടാണ് അവർ കല്യാണം വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്, നിന്റെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നയനയെ പോലെ ഇത്രത്തോളം സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കുന്ന വേറെ ഒരാൾ അവിടെ ഇല്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നന്ദുവിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും
നന്ദുവിന് ഭയങ്കര ഒരു സങ്കടമുണ്ടെന്ന് നയന എന്നോട് പറഞ്ഞു, അതെന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. അവസാനം ആദർശ് പറഞ്ഞത് നന്ദുവിന് വല്ല കല്യാണ ആലോചനകൾ വരുന്നുണ്ടോ എന്ന് ഗോവിന്ദനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗോവിന്ദനെ ഞെട്ടി നിൽക്കുവാണ്. നന്ദുവും ഭയങ്കര സങ്കടത്തിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ്. പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ആദർശിന് നയനെ ഇല്ലാതെ പറ്റത്തില്ല എന്ന് ആദർശിന് പൂർണ്ണമായിട്ട് മനസ്സിലായി. അങ്ങനെ നയനെ തിരിച്ച് അനന്തപുരിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആദർശ് വന്നത്. പക്ഷേ നന്ദുവിന് അനിയാണ് ഇഷ്ടം എന്നുള്ളൊരു കാര്യം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നയനയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്, അനിത എന്ന് പറയുന്ന പേരിൽ ചെറിയൊരു സംശയമുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നയനയും നിൽക്കുവാണ്. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരെയും ടാറ്റ ബൈ.